നമസ്കാരം. നമ്മളിന്നിവിടെ ഒരു പോയിന്റിൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഒരു 15 ടൈപ്പ് അസുഖങ്ങൾ വളരെ നമ്മളിൽ മിക്കവാറും ഉണ്ടാകുന്ന ഒരു അസുഖങ്ങളാണത്. വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖങ്ങൾ കൂടിയാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഒറ്റൊരു പോയിന്റിൽ നമുക്ക് മസാജ് കൊടുത്തുകൊണ്ടോ പ്രഷർ കൊടുത്തുകൊണ്ടോ മാറ്റാവുന്ന ആ ഒരു ബിന്ദുവിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയെ അബ്സോർബ് ചെയ്യാൻ നമ്മളെ ഓർഗന് പവറില്ലാതെ വരിക ഒന്നത്. രണ്ടാമത് നമ്മളെ മെമ്മറിയിലുണ്ടാകുന്ന വ്യത്യാസം, മെമ്മറി ലോസ്. ഉറക്കത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം ഇല്ലായ്മയല്ല, ഉറക്കം കൂടുതലായിട്ട് ഉറങ്ങുക. ഉറക്കമില്ലായ്മ ഇൻസോംനിയ, ഇത് ഹൈപ്പർ ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കം ഒട്ടും എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതേമാതിരി നമ്മുടെ കിഡ്നി എഫക്റ്റ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക, ബെഡ് വെറ്റിംഗ് ഉണ്ടാകുക, യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോവുക, ക്രിയാറ്റിൻ പുറത്ത് പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളൊരു പോയിൻ്റ്. അതുപോലെ ശ്വാസത്തിൻ്റെ പ്രശ്നം, ശ്വാസ തടസ്സം ഉണ്ടാകുക, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ കൂളായിട്ട് കിതക്കുക, ചുമച്ച് കഴിഞ്ഞാൽ മൂത്രം അറിയാതെ പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ളൊരു പോയിൻ്റാണ് പറയുന്നത് ഇവിടെ. നമ്മുടെ സെൻട്രൽ ഫിംഗർ മാർക്ക് ചെയ്ത് കാണിച്ചത് ഇത് കണ്ടോ, രണ്ട് കയ്യിലുള്ള പോയിൻ്റാണ്. നമ്മുടെ നടുവിരലിലെ ആദ്യത്തെ ജോയിൻ്റ്, ഈ ജോയിൻറ്റിലെ മധ്യഭാഗം കണ്ടോ, ഈ ജോയിൻറ്റിൽ മധ്യഭാഗം. ഇവിടെ നമുക്ക് നല്ലവണ്ണം പ്രഷർ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ മസാജ് ചെയ്യുക എന്ന് വേണം. ഒരു 50 പ്രാവശ്യമെങ്കിലും മസാജ് കൊടുക്കുക, രാവിലെ രാത്രിയോ അല്ലെങ്കിൽ രാവിലെ ഉച്ചക്ക് രാത്രിയായിട്ട്. ഇങ്ങനെ രണ്ട് വിരലിലും പോയിൻ്റ് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നടുവിരലിലെ ഫസ്റ്റ് കട്ടിങ്ങിലെ നടുഭാഗത്ത് രണ്ട് കയ്യിലും നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. ഓക്കെ, ഇത് ഡെയിലി ചെയ്യുക, ഒരു മാസം കുറഞ്ഞെങ്കിലും ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ്. കൂടാതെ ഇതോടൊപ്പം തന്നെ നമ്മുടെ കൈയുടെ മധ്യഭാഗത്തായിട്ടൊരു പോയിൻ്റ് ഉണ്ട്. ഇതുണ്ടോ, കൈ മടക്കി പിടിക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് മസാജ് കൊടുക്കേണ്ടത് ഇങ്ങനെ. ഈ കൈയുടെ കൈപ്പത്തി ഉയർന്നു നിൽക്കുന്ന ഭാഗം കൊണ്ട് ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇടിക്കുക. ഇതും ഒരു 50 പ്രാവശ്യം ചെയ്യുക. മറിച്ച് രണ്ട് കൈയിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈപ്പത്തിയുടെ നടുഭാഗം നോക്കിയിട്ട് പതുക്കെ അടിച്ചു കൊടുക്കുക. ഈ രണ്ട് പോയിൻറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, മുമ്പ് പറഞ്ഞ പോലെ, മുകളിൽ പറഞ്ഞ മാതിരി ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം പരിഹാരം ഉണ്ടാവും. ഒരുപാട് റിസൾട്ട് കിട്ടുന്നൊരു പോയിൻ്റാണ്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ചെയ്തു നോക്കാമായിരുന്നു.